പരിശുദ്ധമായ റമളാനിന്റെ രണ്ടാമത്തെ പത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം, ഈ ഒരുമിച്ച് കൂടൽ സാലിഹായ പ്രവർത്തനമായി സ്വീകരിക്കുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ നഈമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പരിശുദ്ധമായ റമളാനിനെ കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇസ്തിഗ്ഫാറിന്റെയും ദുആഇന്റെയും മാസമാണ് എന്നാണ്. ഇസ്തിഗ്ഫാറിന്റെ മാസമാണ് പരിശുദ്ധമായ റമളാൻ. വിശേഷിച്ച് രണ്ടാമത്തെ 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വഹുവ ശഹ്റുൻ അവ്വലുഹു റഹ്മ വ ഔസതുഹു മഗ്ഫിറ വ ആഖിറുഹു ഇത്ഖും മിനന്നാർ. റമളാനിന്റെ ഒന്നാമത്തെ 10 റഹ്മത്താണ്. അത് നമ്മിൽ നിന്നും കഴിഞ്ഞുപോയി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. രണ്ടാമത്തെ 10 അതാണ് മഗ്ഫിറത്ത്. അതിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. മഗ്ഫിറത്തിനെ ധാരാളമായി ചോദിക്കേണ്ട, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തേണ്ട സമയമാണ് ഈ സമയം എന്നാണ് ചുരുക്കം. മനുഷ്യ പ്രകൃതി, മനുഷ്യനൊരു വികാര ജീവിയാണ്. വ്യത്യസ്തമായ വികാരങ്ങൾക്ക് അടിമപ്പെട്ടതാണ് മനുഷ്യന്റെ ജീവിതം. പല രീതിയിലുള്ള വികാരങ്ങൾ മനുഷ്യനെ ഓരോ സമയത്തും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഓരോരുത്തരുടെയും ഹോബിയും ഓരോരുത്തരുടെയും താല്പര്യങ്ങളും വ്യത്യസ്തമാണ്. ഈ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണ് നമ്മിൽ നിന്നും പാപങ്ങൾ സംഭവിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാമുന ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ വിശ്വപ്രസിദ്ധ ഗ്രന്ഥമായ ഇഹ്യാഉൽ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ മഹാനവറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്, മനുഷ്യനിൽ 4 ഗുണങ്ങളുണ്ട്. ദുർഗുണങ്ങളാണ്. 4 ദുർഗുണങ്ങളുണ്ട്. ഒന്നാമത്തേത് സിഫാത്തുർ റുബൂബിയ്യ എന്നതാണ്. അഥവാ നമ്മിൽ കിബിർ, അഹങ്കാരം, പൊങ്ങച്ചം, ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ നമ്മിലേക്ക് ഉണ്ടാക്കി തരുന്ന വിശേഷണമാണ് സിഫാത്തുർ റുബൂബിയ്യ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് സിഫാത്തു ശൈത്താനിയ. സിഫാത്തു ശൈത്താനിയ എന്ന് പറഞ്ഞാൽ നമ്മിൽ ചതി, വഞ്ചന, ഏഷണി, പരദൂഷണം പോലെയുള്ള പാപങ്ങൾ നമ്മിലുണ്ടാക്കുന്നത് ഈ ഗുണമാണ്. അത് ശൈത്താനിന്റെ പണിയാണ്. ആളുകൾക്ക് ചതി ചെയ്യുക, ആളുകളെ ചതിക്കുക, വഞ്ചിക്കുക, പരിഹസിക്കുക തുടങ്ങിയ സ്വഭാവങ്ങൾ അത് ശൈത്താനിന്റെ സ്വഭാവമാണ്. മൂന്നാമത്തേത് സിഫാത്തുൽ ബഹീമിയ, മൃഗങ്ങളുടെ വിശേഷണങ്ങളാണ്. മൃഗീയത. ചില ആളുകൾ മൃഗീയമായ സ്വഭാവത്തിന്റെ ആളുകളായിരിക്കും. മൃഗങ്ങളുടെ സ്വഭാവം എന്താണ്? അവർക്ക് ലൈംഗിക വീഴ്ചയ്ക്കോ ഭക്ഷണം കഴിക്കുന്നതിനോ ഒന്നും ഒരതിരില്ല. എപ്പോ ചെയ്യണം, എത്ര സമയം ചെയ്യണം, ഏത് സമയത്ത് ചെയ്യണം എന്നൊന്നും ഒരു നിശ്ചയവുമില്ലാതെ എല്ലാം കണ്ടതും കാണുന്നതെല്ലാം വാരിത്തിന്ന് ജീവിക്കുന്ന ജീവികളാണ് മറ്റു മനുഷ്യരല്ലാത്ത മറ്റു ജീവികൾ. ആ സ്വഭാവം മനുഷ്യനുണ്ട്. നാലാമത്തേത് സിഫാത്തു സബഇയ്യ, പിടിമൃഗങ്ങളുടെ സ്വഭാവം. പിടിമൃഗങ്ങൾ സാധാരണ
ഭക്ഷണമാക്കാറുള്ളത് ഓടിച്ചു പിടിച്ചു കൊന്നിട്ടൊക്കെയാണ്. ഇതേ സ്വഭാവം ചില മനുഷ്യർ കൊല്ലുന്നതിലേക്കും കൊലയിലേക്കും മറ്റ് ആക്രമണ സ്വഭാവങ്ങളും കാട്ടുന്നുണ്ട്. ഈ 4 ദുർഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മനുഷ്യന്മാരുടെ പാപങ്ങൾ മുഴുവനും ഉണ്ടാകുന്നത്. എല്ലാ പാപങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ഏതെങ്കിലും ഒരു ദുർഗുണത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. ഇത് ഓരോ മനുഷ്യരിലും ഉള്ള സ്വഭാവങ്ങളാണ്, ഗുണങ്ങളാണ്. ഇത് ദുർഗുണങ്ങളാണ്. ഈ ഗുണങ്ങളെ അതിജയിക്കുക എന്നതാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ ഘോര യുദ്ധം കഴിഞ്ഞു വന്ന സ്വഹാബാക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഓ സ്വഹാബ, ചെറിയ യുദ്ധം കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് വലിയ യുദ്ധമാണ് ചെയ്യാനുള്ളത്. എന്താണ് വലിയ യുദ്ധം? വലിയ യുദ്ധം മുജാഹദത്തുൻ നഫ്സ്, സ്വശരീരങ്ങളോടുള്ള യുദ്ധമാണ്. ശരീരത്തിന്റെ ഇച്ഛകളോടുള്ള യുദ്ധമാണ്. ഓരോ ആഗ്രഹങ്ങൾ, ഓരോ താല്പര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആ താല്പര്യങ്ങളെ, ആഗ്രഹങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യജിച്ച് അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുക എന്നതാണ് ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായ കാര്യം. പക്ഷേ മനുഷ്യനാണ്. ബലഹീനമായ നിമിഷങ്ങൾ ഒട്ടേറെയാണ്. വിശിഷ്യ നമ്മുടെ ഈ കാലഘട്ടത്തിൽ തെറ്റുകളിലേക്ക് സഞ്ചരിക്കാനുള്ള സാധ്യതകൾ നമുക്ക് ഒരുപാടുണ്ട്. ഒരുപാട് സാധ്യതകളാണ് നമുക്കുള്ളത്. ഇവിടെ നിന്നും പേട്ടയിലേക്ക് ബസ് കയറിക്കഴിഞ്ഞാൽ ബസ്സിലുള്ളത് മ്യൂസിക്കുള്ള പാട്ടാണ്. ഇങ്ങനെ തെറ്റുകൾ ചെയ്യാനുള്ള സാധ്യതകൾ നമ്മുടെ മുന്നിലേറെയാണ്. മാനുഷികമായി, മാനുഷിക സഹജമായി, സ്വാഭാവികമായും തെറ്റുകൾ സംഭവിച്ചു പോകും. ഈ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യുക, തൗബ ചെയ്യുക എന്നത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള വഴി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളും ഖാലിഖിന്റെയും ഇടയിലുള്ള ഒരു ഗേറ്റ് വേ ആയി വെച്ചതാണ് തൗബ എന്നത്. നമ്മുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹുവിന്റെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള മാർഗമാണ് തൗബ. നമ്മുടെ സങ്കട ഹർജികൾ അല്ലാഹുവിന്റെ മുന്നിൽ സമർപ്പിച്ച് അവന്റെ സമക്ഷത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ച് അതിന് പരിഹാരം, അതിന് വിട്ടുവീഴ്ച വാങ്ങാനുള്ള ഗേറ്റ് വേ ആണ് തൗബ എന്ന് പറയുന്നത്. ആ തൗബയെ കുറിച്ചാണ് നമുക്കിന്ന് പറയാനുള്ളത്. പരിശുദ്ധമായ റമളാൻ നാം ധാരാളമായി ഇസ്തിഗ്ഫാർ ചെയ്യേണ്ട മാസമാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ തൗബ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ധാരാളമായി തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ നടത്തുക. ഒരു തെറ്റുപോലും ചെയ്യാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗുഫിറ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, നബിയേ, അങ്ങ് ഇതുവരെ ചെയ്തതും ചെയ്യാനുള്ളതെല്ലാം പൊറുക്കപ്പെട്ടവരാണ് നബിയെ. നബി തങ്ങൾ തെറ്റ് ചെയ്തിട്ട് പറഞ്ഞതല്ല. എന്തെങ്കിലും ന്യൂനതകൾ, ചെറിയ ന്യൂനതകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നുമില്ല നബിയെ, എല്ലാം പൊറുക്കപ്പെട്ടവരാണ് അങ്ങ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസത്തിൽ 70 തവണ ഇസ്തിഗ്ഫാർ നടത്താറുണ്ടായിരുന്നു. ഇസ്തിഗ്ഫാറിന്റെ മഹത്വം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള മാർഗം, തസ്കിയത്ത് നടത്താനുള്ള മാർഗമാണ് ഇസ്തിഗ്ഫാർ. ഖദ് അഫ്ലഹ മൻ സക്കാഹ
സ്വശരീരങ്ങളെ സാംശീകരിച്ചവൻ, ശുദ്ധീകരിച്ചവൻ അവൻ വിജയിച്ചിരിക്കുന്നു. അതിനെ ചെടി പുരട്ടിയവൻ പരാജിതനാണ് എന്ന് പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. നമ്മുടെ നഫ്സ്, നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് 3 വിധത്തിലാണ്. ഒന്ന് അമ്മാറത്തായ നഫ്സാണ്. എല്ലാ ദോഷങ്ങളിലേക്കും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന, കടിച്ചു കീറാനെടുക്കുന്ന സിംഹത്തെ പോലെ ദോഷങ്ങളിലേക്ക് ചെന്നു ചാടുന്ന മനസ്സാണ് അമ്മാറത്ത് എന്ന നഫ്സ്. ഈ അമ്മാറത്ത് എന്ന നഫ്സ് ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹുവിലേക്ക് കൂടുതൽ ദിക്റുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ ആ നഫ്സിനുണ്ടാകുന്ന സ്ഥാനക്കയറ്റമാണ് ലവ്വാമത്ത്. ലവ്വാമത്ത് എന്ന നഫ്സ് സ്വാഭാവികമായും സ്വശരീരത്തിന്റെ തെറ്റുകളിൽ വേവലാതി കൊണ്ട് അള്ളാഹുവിലുള്ള ഭയം അതിശക്തമായി മനസ്സിൽ അങ്കുരിക്കുന്ന അവസ്ഥയാണ് ലവ്വാമത്ത് എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് മുത്മഇന്നത്ത് എന്ന നഫ്സ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നതിലൂടെ, അവന്റെ സ്മരണ മനസ്സിലൂടെ കടന്നു പോകുന്നതിലൂടെ ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നത് നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാനുള്ള, തസ്കിയത്ത് നടത്താനുള്ള, അതിനെ പരിശുദ്ധമാക്കാനുള്ള മാർഗമാണ് ഇസ്തിഗ്ഫാർ എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വളരെ ഇഷ്ടമാണ് തൗബ ചെയ്യുന്ന ആളുകളെ. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹിരീൻ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, തൗബ ചെയ്യുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. തൗബ ചെയ്യുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ശുദ്ധവാന്മാരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അല്ലാഹു പറഞ്ഞു, തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. ഓ ജനങ്ങളെ, നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങിക്കൊള്ളുക. നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുക. അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾ കൊണ്ടുപോയി ഇറക്കി വെച്ച് അവനിൽ നിന്ന് നിങ്ങൾ വിട്ടുവീഴ്ച തേടുക എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിച്ചതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്യുന്നവനെ ഇഷ്ടപ്പെടുന്നതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞത് കാണാം. മരുഭൂമിയിൽ, ആരാരുമില്ലാത്ത മരുഭൂമിയുടെ മധ്യത്തിൽ വെച്ച് തന്റെ ഒട്ടകം നഷ്ടപ്പെട്ട് വേവലാതി പൂണ്ട് വിഷമത്തോടെ ഇരിക്കുന്ന മനുഷ്യന് യാദൃശ്ചികമായി തന്റെ ഒട്ടകം ലഭിച്ച് സന്തോഷത്യാധിക്യത്താൽ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവേ, ഞാൻ നിന്റെ റബ്ബും നീ എന്റെ അടിമയുമാണ് എന്ന് യാദൃശ്ചികമായി പറഞ്ഞുപോയി. അത്രക്ക് സന്തോഷം വരുമ്പോഴാണല്ലോ പറയുന്ന വാക്കുകൾക്കൊന്നും അഡ്രസ് ഇല്ലാണ്ടായി പോയി. അങ്ങനെ പറഞ്ഞു പോകുന്ന ആ അടിമ, ആ അടിമയുടെ സന്തോഷം എത്രയാണോ അതിനേക്കാൾ സന്തോഷം അള്ളാഹുവിന് തൗബ ചെയ്യുന്ന അടിമയെ കുറിച്ചുണ്ട്. അതുകൊണ്ട് തൗബ എന്നത് നമ്മൾ ധാരാളമായി വർദ്ധിപ്പിക്കേണ്ടതാണ്. ഇസ്തിഗ്ഫാർ ധാരാളമായി വർദ്ധിപ്പിക്കണം. ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസീഉൻ നഹാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തിന്റെ കരങ്ങൾ വിരിച്ചു വെക്കും. രാത്രിയിൽ അല്ലാഹു അവന്റെ റഹ്മത്തിന്റെ കരങ്ങൾ വിരിച്ചു വെക്കും. പകലിൽ ദോഷം ചെയ്ത ആളുകൾ ചെയ്യുന്ന തൗബ സ്വീകരിക്കാൻ വേണ്ടി രാത്രിയിൽ അല്ലാഹു അവന്റെ റഹ്മത്തിന്റെ കരങ്ങൾ വിരിച്ചു വെക്കും. വയബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഉൽ ലൈൽ. രാത്രിയിൽ അല്ലാഹു അവന്റെ കരങ്ങളെ, പകലിൽ അല്ലാഹു അവന്റെ കരങ്ങളെ വിരിച്ചു വെക്കും. രാത്രിയിൽ ചെയ്ത ദോഷങ്ങൾക്ക് തൗബ ചെയ്യുന്നവന്റെ തൗബ സ്വീകരിക്കാൻ വേണ്ടി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ യത്ലുഅ ശംസു മിൻ മഗ്രിബിഹാ. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് വരെ അല്ലാഹുവിന്റെ ഈ റഹ്മത്തിന്റെ കരങ്ങൾ ആകാശത്ത് വിരിച്ചു വെക്കുമെന്ന്
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തൗബ ധാരാളമായി വർദ്ധിപ്പിക്കണം. തൗബ തൗബ എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു തൗബ ഉണ്ട്. ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങൾ ചെയ്ത ദോഷങ്ങളും അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഏട് നോക്കി വായിക്കുന്ന ഒരു തൗബയുണ്ട്. ആ തൗബയല്ല ഈ തൗബ. എന്താണ് തൗബ? എന്താണ് മനുഷ്യന്റെ മനസ്സിലുണ്ടാകേണ്ട തൗബ? എന്താണ്? ബഹുമാനപ്പെട്ട ഇമാമുന ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് പഠിപ്പിക്കുന്നു, ഒരു തൗബയുണ്ടാകണമെങ്കിൽ, യഥാർത്ഥ തൗബ ഉണ്ടാകണമെങ്കിൽ 3 കാര്യങ്ങൾ സമ്മേളിക്കേണ്ടതുണ്ട്. 3 കാര്യങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് തൗബ ഉണ്ടാവുക. ഒന്ന് ഇൽമാണ്. ഇൽമ് എന്നാൽ താൻ ചെയ്ത ദോഷത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് ബോധ്യമുണ്ടാവുക. എന്താണ് ഞാൻ ചെയ്ത ദോഷം? ഓരോ തെറ്റുകളെ കുറിച്ചും നമുക്ക് ബോധ്യം വേണം. നമ്മുടെ പ്രവർത്തനങ്ങൾ ഓരോ സമയത്തും രേഖപ്പെടുത്തുന്നുണ്ട്. മായൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മനുഷ്യ, ഒരു വാക്ക് പോലും നീ സംസാരിക്കുകയില്ല, ഒരു ചലനം പോലും ചലിക്കുകയില്ല. ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബും അതീദുമാകുന്ന മലക്കുകൾ അത് മുഴുവനും എഴുതി വെച്ചിട്ടല്ലാതെ നമുക്കൊരു പ്രവർത്തനങ്ങളും ചെയ്യാൻ സാധിക്കുകയില്ല. എല്ലാം രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ആ വലിയ ഭയം നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെ ദോഷങ്ങളെ കുറിച്ച് നമുക്ക് ബോധം വേണം. ചെയ്യുന്ന ദോഷത്തിന്റെ ഗൗരവത്തെ കുറിച്ച് നമുക്ക് ബോധം വേണം. നാം ആരോടാണ് ദോഷം ചെയ്യുന്നത്? എല്ലാം തന്ന് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ച് നമുക്ക് വേണ്ട വീട് തന്ന്, വാഹനം തന്ന്, വസ്ത്രം തന്ന്, ഭക്ഷണം തന്ന്, എല്ലാ സംവിധാനങ്ങളും ലോകത്ത് സംവിധാനിച്ച് എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ചലനങ്ങളും സൃഷ്ടിച്ചു തന്ന അല്ലാഹ്, ആ അല്ലാഹുവിനോട് ചെയ്യുന്ന ദോഷം അത് എത്ര ചെറുതാണെങ്കിലും വലുത് തന്നെയാണ്. എന്താണ് ചെറുദോഷങ്ങൾ, എന്താണ് വൻദോഷങ്ങൾ എന്നൊരു ചർച്ച പണ്ഡിതന്മാർക്കിടയിലുണ്ട്. എന്താണ് ചെറുദോഷം, എന്താണ് വൻദോഷം എന്നൊരു ചർച്ച. ഈ ചർച്ചക്കിടയിൽ ചില പണ്ഡിതന്മാർ ഇടപെട്ട് പറയുന്നുണ്ട്, എന്ത് ചെറുദോഷം, എന്ത് വലുദോഷം, അങ്ങനത്തെ ഒരു ദോഷമൊന്നുമില്ല, എല്ലാം വൻദോഷമാണ്. ചെയ്യുന്നത് മഹോന്നതനായ അല്ലാഹുവിനോട്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകം മുഴുവനും സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന മഹോന്നതനായ അല്ലാഹുവിനോട് ചെയ്യുന്നതാണ് എന്ന് നോക്കുമ്പോൾ എല്ലാ ദോഷങ്ങളും വൻദോഷമാണ് എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അതുകൊണ്ട് നമ്മുടെ ദോഷങ്ങളെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദോഷങ്ങളിൽ ചെറുദോഷങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും. ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ. ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു, നിങ്ങളോട് നിരോധിക്കപ്പെട്ട, പരിശുദ്ധ ഖുർആനിൽ നിങ്ങളോട് നിരോധിക്കപ്പെട്ടിരിക്കുന്ന വൻദോഷങ്ങൾ, ആ ദോഷങ്ങളെ നിങ്ങൾ വെടിഞ്ഞാൽ, നുകഫിർ അൻകും സയ്യിആതികും, നിങ്ങളുടെ ചെറുദോഷങ്ങൾ നമ്മൾ പുറത്തു തരും, ചെറുദോഷങ്ങളെല്ലാം നമ്മൾ പുറത്തു തരും. വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ, മഹത്തായ സ്വർഗത്തിലേക്ക് അങ്ങനെ നിങ്ങളെ നാം പ്രവേശിപ്പിക്കും എന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ചെറുദോഷങ്ങൾ നമ്മുടെ നന്മ വർദ്ധിക്കുന്നതിനനുസരിച്ച്, ദോഷങ്ങളെക്കാൾ കൂടുതൽ നന്മ വർദ്ധിക്കുന്നതിനനുസരിച്ച് അത് ഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്,
അവരുടെ സയ്യിആത്തുകളെ, ദോഷങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹസനാത്തുകളായി മാറ്റിക്കൊടുക്കും. ചെറുദോഷങ്ങൾ അങ്ങനെ പുറത്തു പോകും. അതിന് നമ്മുടെ ദോഷത്തെക്കാളും കൂടുതൽ നന്മ വേണം. നമ്മളെ കണക്ക് പുസ്തകത്തിൽ എപ്പോഴും ദോഷം കൂടുതലുണ്ടാകുക, കടമാണ് കൂടുതലുണ്ടാകുക. വരവ് കുറവും ചെലവ് കൂടിയ പറ്റുവെക്കാണ് നമ്മുടെയൊക്കെ പറ്റുവെക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി വൻദോഷങ്ങൾ എന്താണ്? വൻദോഷങ്ങൾ എന്ന് നമ്മൾ പണ്ടേ കേട്ടുവരുന്ന സബ്ഉൽ മൂബിഖാത്ത് എന്ന പേരിൽ വൻദോഷങ്ങളുണ്ട്. അതിലൊന്നാമത്തതാണ് ശിർക്ക്. ഷിർക്ക് അല്ലാഹു തൗബ കൂടാതെ പൊറുക്കൂല എന്ന് അല്ലാഹു ഖുർആനിൽ വ്യക്തമായി പറഞ്ഞതാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറാ ഇസ്മൻ അദീമാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ശിർക്ക് വെക്കുന്നത്, അല്ലാഹുവിനോട് പങ്കു ചേർക്കുന്നത്, അതൊരിക്കലും അല്ലാഹു പുറത്തു കൊടുക്കൂല. തൗബയില്ലാതെ അല്ലാഹു പുറത്തു കൊടുക്കൂല. അതിന്റെ താഴെയുള്ള ദോഷങ്ങളെല്ലാം റഹ്മാനും റഹീമുമായ അല്ലാഹു, റഹ്മത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടറായ, റഹ്മത്ത് വിതരണം ചെയ്യുന്നവനായ അല്ലാഹു ഉമ്മയ്ക്ക് കുഞ്ഞിനോട് റഹ്മത്ത് നൽകിയ, ഉപ്പയ്ക്ക് കുഞ്ഞിനോട് റഹ്മത്ത് നൽകിയ, അധ്യാപകന് വിദ്യാർത്ഥിയോട് റഹ്മത്ത് നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് കൊണ്ട് പുറത്തു കൊടുക്കും. പക്ഷേ അവനോട് ശിർക്ക് വെച്ചത്, അവനോട് പങ്കു ചേർത്തത്, അത് അല്ലാഹു പുറത്തു കൊടുക്കുന്ന പ്രശ്നമില്ല. ശിർക്ക് പൊറുക്കണമെങ്കിൽ തൗബ തന്നെ വേണം. തൗബ മാത്രം പോരാ. മുർത്തത്തായി പോയാള് തിരിച്ചു വരുമ്പോ ഷഹാദത്ത് കലിമ ചൊല്ലി അതിനു പുറമെ കഫർതു ബിമാ കഫർതു, ഏതൊരു കാര്യം കൊണ്ടാണോ ഞാൻ കാഫിറായി പോയത് ആ കാഫിറായ കാര്യത്തെ ഞാൻ നിഷേധിക്കുന്നു എന്നുകൂടി പറയണം. എന്നാൽ മാത്രമേ ഇസ്ലാമിലേക്ക് അയാൾക്ക് പൗരത്വം കൊടുക്കുള്ളൂ. ഇല്ലെങ്കിൽ പൗരത്വ ബില്ലിന് പുറത്തായാണ്. അപ്പോ ശിർക്ക് എന്ന് പറയുന്നത് വലിയ ദോഷമാണ്. ശിർക്ക് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, ശിർക്ക് ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കാനും പാടില്ല. വളരെ ഗുരുതരമായ തെറ്റാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അന്യമതസ്ഥരുടെ ആരാധനാ കർമ്മങ്ങളിൽ, അന്യമതസ്ഥരുടെ ആഘോഷ ദിനങ്ങളിൽ അവരോടൊത്ത് കഴിയുന്നവർ അവരെ ഇമാം ശിക്ഷിക്കണം എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കാണാം. ക്രിസ്മസ് അതുപോലെ മറ്റ് ആഘോഷങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. അതിനൊക്കെ നമ്മൾ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് കൊടുക്കാൻ പാടില്ല. മറ്റെല്ലാ സഹായങ്ങളും മനുഷ്യരാണ് എന്ന നിലക്ക് ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ നമ്മുടെ അയൽവാസി കാഫിറാണെന്നോ മുസ്ലിമാണെന്നോ നോക്കാതെ സഹായങ്ങൾ മുഴുവനും ചെയ്തു കൊടുക്കണം. അവരുടെ വീട്ടിൽ മരണമുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ സമാധാനിപ്പിക്കണം. സന്തോഷ സന്താപ വേളകളിലെല്ലാം അവരോട് കൂടെ നിൽക്കണം. പക്ഷേ നമ്മുടെ ആദർശം നമുക്ക് വളരെ വലുതാണ്. അതുകൊണ്ട് ഒരിക്കലും ഷിർക്കിനെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല. രണ്ടാമത്തത് ഖത്ലുൻ നഫ്സ് എന്ന് പറഞ്ഞാൽ സൂയിസൈഡ്, ആത്മഹത്യ. ഇന്ന് സ്ത്രീകൾക്കിടയിൽ ധാരാളമായി വർദ്ധിച്ചു വരികയാണ് ആത്മഹത്യ. ചെറിയ ടെൻഷൻ വരുമ്പോ ആത്മഹത്യയിലേക്ക് കടക്കുക. സുബ്ഹാനല്ലാഹ്, അവസാന നിമിഷം, ഒരു മനുഷ്യന്റെ ഏറ്റവും അവസാന നിമിഷം, ആ നിമിഷമാണല്ലോ നമ്മൾ പ്രതീക്ഷിച്ചു നിൽക്കുന്നത്. ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ സന്നിധാനത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ
ആത്മഹത്യ ചെയ്ത് വൻദോഷം ചെയ്തിട്ട് അല്ലാഹുവിലേക്ക് പോകുന്നതിന്റെ ഗൗരവം നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ആത്മഹത്യ നമുക്ക് പരിഹാരമാണെന്നാണ് പലപ്പോഴും പലരും ധരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മഹത്യയിൽ നിന്നും കാത്തു രക്ഷിക്കട്ടെ. മൂന്നാമത്തേതാണ് സിഹ്ർ, മാരണം. സിഹ്ർ ചെയ്യുക എന്നത് വലിയ കുറ്റമാണ്. വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യമാണ് സിഹ്ർ എന്നത്. നാലാമത്തേത് അക്ലു റിബ, പലിശ തിന്നുക. പലിശ, നമ്മൾ ബാങ്കിൽ പോയിട്ട് പലിശയൊന്നും എടുക്കുന്നില്ല. നമ്മളുടെ പ്രവർത്തനങ്ങളിലൊന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ പലിശയൊന്നും വാങ്ങി കഴിക്കുന്നില്ല. പക്ഷേ അറിയാതെ പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങളിൽ പലിശ വന്നു പോകുന്നുണ്ടോ? നമ്മുടെ ഇടപാടുകളിൽ പലിശ വന്നു പോകുന്നുണ്ടോ? നമ്മുടെ കച്ചവടങ്ങളിൽ പലിശ വന്നു പോകുന്നുണ്ടോ? നമ്മുടെ കൈമാറ്റങ്ങളിൽ പലിശ വന്നു പോകുന്നുണ്ടോ എന്ന് ഗൗരവത്തോട് നാം ചിന്തിക്കേണ്ടതാണ്. പലിശ ഖിയാമത്ത് നാളോടെടുക്കുമ്പോൾ ലോകം മുഴുവനും പലിശയിൽ കുളിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയതാണ്. ആ പലിശയെ തൊട്ട് നാം കൂടുതൽ ജാഗരൂകരാകണം. ഇന്ന് നടക്കുന്ന ധാരാളം ഇൻവെസ്റ്റ്മെന്റുകൾ പലിശയിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പേര് മാറി എന്നതുകൊണ്ടൊരിക്കലും പലിശ ഹലാലാവുകയില്ല. പലിശയ്ക്ക് വേറെ പേരിട്ട് വിളിച്ചത് കൊണ്ട് MLM എന്നോ LLM എന്നോ അതുപോലെ ഹൈറിച്ച് എന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും അതൊന്നും പലിശ അനുവദനീയമാകാനുള്ള മാർഗങ്ങളല്ല. വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ട സംഗതിയാണ്. അഞ്ചാമത്തേത് അക്ലു മാലിൽ യതീം, യതീം മക്കളുടെ ഭക്ഷണം കഴിക്കുക. യതീം മക്കളുടെ സമ്പാദ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത്, ഉപ്പ മരിച്ച കുട്ടിയുടെ സമ്പാദ്യം അത് കൈകാര്യം ചെയ്യുന്നിടത്ത് വളരെ ഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമാ ദുൽമൻ ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറാ വസയസ്ലൗന സഈറാ. ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമാ ദുൽമൻ, യതീം മക്കളുടെ സമ്പാദ്യങ്ങൾ അക്രമമായി കൈപ്പറ്റി ഭക്ഷിക്കുന്നവർ ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറാ, അവർ അവരുടെ വയറ്റിലേക്ക് തീയാണ് നിറച്ചുകൊണ്ടിരിക്കുന്നത്. തീ നിറച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ വയറ്റുകളിലേക്ക്. കത്തിയാളുന്ന നരകത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പ മരണപ്പെട്ട കുട്ടി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അവരുടെ സമ്പാദ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത് നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആറാമത്തേത് അത്തവല്ലി മിനസ്സഹ്ഫ്, യുദ്ധം നടക്കുന്ന വേളയിൽ പിന്തിരിഞ്ഞോടുക. അതേതായാലും ഇവിടെ ബാധകമാകുന്ന പ്രശ്നമല്ല. സ്ത്രീകൾക്ക് യുദ്ധത്തിന് പോകൽ നിർബന്ധമില്ല. സ്ത്രീകൾ പിന്തിരിഞ്ഞോടുന്ന പ്രശ്നമൊക്കെ വരൂലല്ലോ. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടല്ല. ഏഴാമത്തേത് ഖസ്ഫുൽ മുഹ്സനാത്ത്, ചാരിത്രവതികളായ സ്ത്രീകളെ കുറിച്ച് വ്യഭിചാരാരോപണം നടത്തുക. 4 പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ 5ാമത്തെ പെണ്ണിനെ തിന്നുന്ന പടിയാണ്. അവരെ കുറിച്ച് ആക്ഷേപങ്ങൾ പറയലാണ്. യഥാർത്ഥത്തിൽ സിന നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ 4 സാക്ഷികളില്ലാതെ സിന ആരോപണം നടത്തിയാൽ അവരെ 80 അടി അടിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമം. സാക്ഷികളെ നിരത്താൻ സാധിക്കാത്ത വ്യഭിചാരാരോപണത്തിൽ ശിക്ഷ നടപ്പിലാക്കണം. 80 അടിയടിച്ച് ശിക്ഷ നടപ്പിലാക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം നിയമം പ്രഖ്യാപിച്ചതാണ്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമിന്റെ കാലഘട്ടത്തിൽ ശൈഖുനാ ബാവ ഉസ്താദ് അവിടുത്തെ അൽഫഖിസയിൽ ഒരു സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാമു ദാരുൽ ഹിജ്റ അബൂ ഹനീഫ ഇമാമിന്റെ കാലഘട്ടത്തിൽ ഒരു പെണ്ണ് മരണപ്പെട്ടു.
ആ പെണ്ണ് മരണപ്പെട്ട് ആ പെണ്ണിന്റെ മയ്യത്ത് കുളിപ്പിക്കുകയാണ്. മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ആ പെണ്ണിന്റെ ഗുഹ്യഭാഗം കഴുകി വൃത്തിയാക്കുന്ന സ്ത്രീ, ആ സ്ത്രീ പലപ്പോഴും ഈ മരണപ്പെട്ട സ്ത്രീയുടെ വീട്ടിൽ പലപ്പോഴും വിളക്ക് അണയുകയും കത്തിക്കുകയും ചെയ്യുന്നത് പലപ്പോഴായും കാണാറുണ്ടായിരുന്നു. ആ സ്ത്രീ കഴുകിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ മനസ്സിൽ കരുതി, പല പുരുഷന്മാർക്കും തുറന്നു കൊടുക്കപ്പെട്ട ഗുഹ്യഭാഗമായിരിക്കുമല്ലോ ഇത് എന്ന് ആ സ്ത്രീ മനസ്സിൽ കരുതിയപ്പോൾ ആ സ്ത്രീയുടെ കരം അവിടെ ഒട്ടിപ്പിടിച്ചുപോയി. സംഭവം ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചാരത്തേക്കെത്തി. മഹാനവർകൾ തീരുമാനം പറഞ്ഞു, ആ സ്ത്രീയെ 80 അടി അടിക്കാൻ തീരുമാനം പറഞ്ഞു. 80 അടി അടിച്ചപ്പോൾ കൈ അകന്നു പോന്നു. വളരെ ഗൗരവത്തോടെ സമീപിക്കേണ്ട വിഷയമാണ്. ആളുകളുടെ ഈബത്ത് പറയുക, ആളുകളിൽ ദുരാരോപണങ്ങൾ നടത്തുക, ആളുകളെ വേണ്ടാത്തരങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന് പറയുക നാം വളരെ ഗൗരവത്തോട് സമീപിക്കേണ്ട കാര്യമാണ്. ഇതാണ് സബഉൽ മുബിഖാത്ത് എന്ന് പ്രസിദ്ധമായ 7 വൻകുറ്റങ്ങൾ. എന്നാൽ ഇത് മാത്രമല്ല, പരിശുദ്ധ ഖുർആനിൽ പ്രത്യേകം ശിക്ഷ എടുത്തു പറഞ്ഞ 70ഓളം വൻകുറ്റങ്ങൾ ഉണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അസ്സവാജിർ അൻ ഇഅ്തിറാഫിൽ കബായിർ എന്നൊരു ഗ്രന്ഥം തന്നെ ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടി രചിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, തൗബ എന്ന് പറയുന്നതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് അത് നമ്മുടെ ദോഷത്തെക്കുറിച്ച് ബോധവാന്മാരാകുക എന്നതാണ്. ദോഷത്തെക്കുറിച്ച് ബോധവാന്മാരാകുക, ചെയ്ത ദോഷത്തിന്റെ വണ്ണവും വലുപ്പവും നമുക്ക് ബോധ്യപ്പെടുക. ആ ബോധ്യത്തിൽ നിന്നും നമ്മുടെ മനസ്സിലേക്കുണ്ടാകുന്ന ഖേദം, ആ ഖേദമാണ് രണ്ടാമത്തേത്. ചെയ്തുപോയ തെറ്റിനെ കുറിച്ച് വളരെ വേദനയോടുകൂടെ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോ നമ്മുടെ ഹൃദയങ്ങൾ പിടക്കുന്നുണ്ടെങ്കിൽ ആ പിടക്കലാണ് തൗബാ. ഫതുരുബ് മതാബൻ ബിന്നദാമതി മുഖരിആ وبعزم ترك الذنب فيما استقبلا. ചെയ്ത ദോഷത്തെ ഓർത്ത് മനസ്സിൽ നല്ല ഖേദം, വിഷമം വരിക. ആ വിഷമം നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ തടിച്ചുകൂടി വളരെ വേദനയോടുകൂടെ നമ്മൾ ദുആ ചെയ്യുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന തീരുമാനമാണ്, ഇനി ആ ദോഷത്തിലേക്ക് മടങ്ങുകയില്ല, ഇനി ആ ദോഷത്തിലേക്ക് ഒരിക്കലും മടങ്ങൂല എന്ന ഒരു ദൃഢനിശ്ചയം, ആ നിശ്ചയം ഉണ്ടാകും. ഒന്നാമതായി നമുക്കുണ്ടാകണം നമ്മുടെ തെറ്റിന്റെ ഗൗരവത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാകണം. ആ ബോധ്യത്തിൽ നിന്നും നമ്മുടെ ഹൃദയത്തിൽ വിഷമമുണ്ടാകണം. ആ വിഷമം കാരണത്താൽ നമ്മൾ ഒരു തീരുമാനമെടുക്കണം, ഇനി ഒരിക്കലും ഈ ദോഷത്തിലേക്ക് മടങ്ങുകയില്ല. ഇതാണ് തൗബ. ഈ 3 കാര്യങ്ങൾ മേളിച്ചാൽ മാത്രമേ തൗബയാവുകയുള്ളൂ. വെറുതെ ഇരുന്നിട്ട് നമ്മൾ ഇസ്തിഗ്ഫാർ വെറുതെ ചൊല്ലിയാൽ കൂലി കിട്ടും. അസ്തഗ്ഫിറുല്ലാഹിൽ അദീം എന്ന് ചൊല്ലിയാൽ കൂലിയുണ്ട്. വെറുതെ വായ കൊണ്ട് ചൊല്ലിയാൽ തന്നെ കൂലിയുള്ളതാണ്. പക്ഷേ തൗബ, സ്വീകാര്യമായ തൗബയാകണമെങ്കിൽ അതിന് ഈ ശുറൂത്തുകൾ, ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഒരുമിച്ച് കൂടണം. ഈ വിഷയം, ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും 3 കാര്യങ്ങളും ഒരുമിച്ച് കൂടുമ്പോൾ മാത്രമേ തൗബയാവുകയുള്ളൂ. അതാണ് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ അവിടെ തദ്കിയ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ പറഞ്ഞത്. ഉത്രുബ് മതാബൻ ബിന്നദാമതി മുഖരിഅ, കണ്ണുനീർ വാർത്തുകൊണ്ട് നീ വളരെ വ്യസനത്തോടുകൂടെ നീ തൗബയെ തേടിക്കൊള്ളുക. വബിഅസ്മി തർക്കി ദംബി ഫീമസ്തഖ്ബല,
ഇനി ചെയ്യാൻ പോകുന്ന ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ ദോഷത്തിലേക്ക് ഒരിക്കലും മടങ്ങുകയില്ല എന്ന സുദൃഢമായ തീരുമാനവും കൂടി നിനക്കുണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ തൗബ എന്ന് പറഞ്ഞത് ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ മാത്രമേ തൗബയായിട്ട് ഉണ്ടാവുകയുള്ളൂ. ഇനി ഒരു ഷർത്ത്, ഒരു നിബന്ധന കൂടി തൗബ സ്വീകരിക്കാനുണ്ട്. ഈ പറയപ്പെട്ട 3 കാര്യങ്ങൾ അല്ലാഹുവുമായി നമ്മൾ ചെയ്ത ദോഷങ്ങളിലാണ്. എന്നാൽ ചിലപ്പോ നമ്മുടെ സഹജീവികളോട് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടാകും, അവരെ കുറ്റം പറഞ്ഞിട്ടുണ്ടാകും, വേദനിപ്പിച്ചിട്ടുണ്ടാകും, അവരുടെ സമ്പത്ത് അപഹരിച്ചിട്ടുണ്ടാകും, ഇങ്ങനെയുള്ള പല പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ടാകും. അതിനെന്താണ് പരിഹാരം? അതിന് പ്രതിവിധി നമ്മൾ ചെയ്യണം. അവരെ ഗീബത്ത് പറഞ്ഞതാണെങ്കിൽ അവരോട് പറയണം, ഞാൻ ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണം. സമ്പത്ത് നമ്മൾ അപഹരിച്ചതാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. അവരെ വേദനിപ്പിച്ചതാണെങ്കിൽ തിരിച്ച് വേദനിപ്പിച്ചാൽ മാത്രമേ അവർ പൊരുത്തപ്പെടുകയുള്ളൂ എന്നാണെങ്കിൽ അതിന് നിന്നു കൊടുക്കാൻ കൂടി നമ്മൾ തയ്യാറാകണം. പരമാവധി നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. ജനങ്ങൾക്ക് നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. കടുംപിടുത്തക്കാരാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദോഷവും നമുക്ക് പുറത്തു തരണം. നമ്മൾക്കൊരു ദോഷവും പുറത്തു കൊടുക്കാൻ പറ്റൂല. നമ്മുടെ സഹജീവികളായ ആളുകൾ, നമ്മളുടെ ആങ്ങളപങ്കന്മാര്, നമ്മുടെ ബന്ധുമിത്രാദികള്, അവരോടൊന്നും ഒരു വിട്ടുവീഴ്ചയും പറ്റൂല. അള്ളാഹു നമുക്കൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് തരണം. ഇത് ഒരു ഇരട്ടത്താപ്പ് നിലപാടാണ്. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ പരമാവധി നമ്മളുടെ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ഉള്ളവരായിരിക്കണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദു ഉഇദ്ദത് ലിൽ മുത്തഖീൻ الذين ينفقون في السراء والضراء والكاظمين الغيظ وعافين عن الناس. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഓ മനുഷ്യ, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് നീ ചെന്നുകൊള്ളുക. നിനക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട സ്വർഗമുണ്ട്, മണിമാളികയുണ്ട്, ആകാശഭൂമിയുടെ വിസ്താരമുള്ള വലിയ അണ്ടകടാഹത്തിന്റെ വിസ്താരമുള്ള സ്വർഗം. ആ സ്വർഗം തയ്യാർ ചെയ്തിട്ട് വെച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഉഇദ്ദത്തിൽ മുത്തഖീൻ. അത് അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ചവർക്കുള്ളതാണ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ. സന്തോഷത്തിലും സന്താപത്തിലും ചെലവഴിക്കുന്നവർക്കുള്ളതാണ്. വൽ കാദിമീനൽ ഗൈള വഅഫീന അനിന്നാസ്. ദേഷ്യവും കോപവും വരുമ്പോ ദേഷ്യത്തെ പിടിച്ചു വെച്ച് ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത ആളുകൾക്ക് അല്ലാഹു ചെയ്തു വെച്ചിട്ടുള്ള മണിമാളികയാണ് സ്വർഗം. ആകാശഭൂമികളുടെ വലിപ്പമുള്ള, അണ്ടകടാഹങ്ങളുടെ വലിപ്പമുള്ള, ഈ പ്രപഞ്ചം മുഴുവനും ഒരുമിച്ച് കൂടുന്ന വലിപ്പമുള്ള സുന്ദരമായ മണിമാളികകളുള്ള സ്വർഗം. ആ പാലും തേനും ഒഴുകുന്ന അരുവികളുള്ള സ്വർഗം. ആ സ്വർഗം തയ്യാർ ചെയ്തു വെച്ചത് വിട്ടുവീഴ്ച ചെയ്യുന്നവർക്കുള്ളതാണ്. വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ആളുകളോട് എല്ലാ കാര്യങ്ങളിലും വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാവണം. എന്നാൽ തന്നെ നമ്മൾക്ക് കുറെ കാര്യങ്ങളൊക്കെ ആളുകൾ ചെയ്തു തരും. നമ്മൾക്ക് നമ്മുടെ ജീവിത കാര്യങ്ങളൊക്കെ രക്ഷപ്പെട്ടു പോകും. ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ ഈ വിഷയം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ലിസലാബതി ദുനിയാ ഖിസാലുൻ അർബഉ غفر لجهل القوم منعك تجهلا وتكون من سيب الأناس آيسا ولسيب نفسك للأناس باذلا.
ജീവിത കാര്യങ്ങൾ, ഈ ദുന്യാവിലെ ജീവിതം രക്ഷപ്പെടാനുള്ള മാർഗമായി മഹാനവർകൾ പഠിപ്പിച്ചതാണ്. ലിസലാമത്തി ദുന്യാ ഹിസാലുൻ അർബഉ. 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ ദുന്യാവിലെ ജീവിതം രക്ഷപ്പെട്ടു, കഴിച്ചലായി. എന്താ 4 കാര്യം? ഗഫറുൽ ലിജഹിലിൽ ഖൗമി മൻഉക തജ്ഹലാ. നിന്നോടുള്ള അജ്ഞത കാരണത്താൽ ആളുകൾ ചെയ്ത ദോഷങ്ങൾ, നിന്നോട് ചെയ്ത അക്രമങ്ങൾ, അതിന് നീ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. വയകൂന മിൻ സൈബിൽ ഉനാസി ആയിസ വരിസൈബി നഫ്സിക ലിൽ ഉനാസി ബാദില. ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, മെഴുകുതിരിയാവുക. മെഴുകുതിരി നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. മെഴുകുതിരിന്റെ പ്രത്യേകത എന്താണ്? ചുറ്റുമുള്ളവർക്ക് വട്ടം പരത്തി പരത്തി, പ്രകാശം പരത്തി പരത്തി മെഴുകുതിരി കത്തി കത്തി കരിഞ്ഞ് മെഴുകുതിരി ഇല്ലാണ്ടായി പോവുകയാണ്. അതുപോലെ ചുറ്റുമുള്ള സമൂഹത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടി നാം ജീവിക്കണം. അവർക്ക് വെളിച്ചം പരത്തുന്നവരായി നമ്മൾ ജീവിക്കണം. വതകൂന മിൻ സൈബിൽ ഉനാസി ആയിസ വലിസൈബി നഫ്സിക ലിൽ ഉനാസി ബാദില. ജനങ്ങളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാത്തവരാകണം. അവരെനിക്ക് അത് ചെയ്തു തന്നിട്ടില്ല, എന്നെ ആ കല്യാണത്തിന് വിളിച്ചിട്ടില്ല, അവിടുത്തെ സൽക്കാരത്തിന് എന്നെ വിളിച്ചിട്ടില്ല, പിന്നെ ഞാൻ ഇങ്ങനെ ഇന്ന് വിളിച്ച പരിപാടിക്ക് പോകുക എന്ന രൂപത്തിലുള്ള ചിന്ത അത് നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. പരസ്പരം വിട്ടുവീഴ്ച മനോഭാവമുള്ളവരാകണം. ആ വിട്ടുവീഴ്ച ലഭിച്ചാൽ മാത്രമേ നമ്മുടെ തൗബ സ്വീകരിക്കുകയുള്ളൂ. ജനങ്ങൾ നമുക്ക് വിട്ടുവീഴ്ച ചെയ്ത് തന്നു കഴിഞ്ഞാലേ നാം രക്ഷപ്പെടുകയുള്ളൂ. നമ്മുടെ മയ്യത്ത് 6 കാലുള്ള കട്ടിലിൽ കൊണ്ടുപോയി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിന്റെ അകമ്പടിയോടുകൂടെ, മുദ്രാവാക്യത്തോടുകൂടെ, ജനങ്ങളുടെ അകമ്പടിയോടുകൂടെ പള്ളി മിഹ്റാബിൽ കൊണ്ടുവച്ചിട്ട് അവിടെ വെച്ച് ജനങ്ങൾ പറയുന്നു, ഖതീബ് പറയുന്നു, ഇമാമ് പറയുന്നു, ഈ മുഅ്മിനിന് നിങ്ങൾ പുറത്തു കൊടുക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് വിട്ടുവീഴ്ച മനോഭാവമില്ലെങ്കിൽ ആളുകൾ നമുക്ക് വിട്ടുവീഴ്ച ചെയ്തു തരാൻ സാധ്യതയുണ്ടോ? നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്നില്ലെങ്കിൽ ആളുകൾ നമുക്ക് എങ്ങനെയാ വിട്ടുവീഴ്ച ചെയ്തു തരിക? അള്ളാഹു നമുക്ക് എങ്ങനെയാണ് വിട്ടുവീഴ്ച ചെയ്യുക? നമ്മൾ ആളുകൾ നമ്മളോട് എങ്ങനെ പെരുമാറണം എന്നതിന് ആ രൂപത്തിൽ അവരോട് അങ്ങോട്ട് പെരുമാറുക. ആളുകൾ നമ്മളോട് എങ്ങനെ പെരുമാറണം എന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ രൂപത്തിൽ ആളുകളോട് പെരുമാറിയാൽ അവർ നമ്മോടും തിരിച്ച് ആ രൂപത്തിൽ പെരുമാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാട്ടെ. സാമ്പത്തിക കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തികമായ ബാധ്യതകളൊക്കെ വളരെ മുമ്പ് തന്നെ നമ്മൾ ക്ലിയർ ചെയ്തു വെക്കണം. എല്ലാ സാമ്പത്തികമായ ഇടപാടുകളും നമ്മൾ ക്ലിയർ ചെയ്തു വെക്കണം. കടങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടി, ആവശ്യമില്ലാതെ കടങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടി കൂട്ടി കൂട്ടി വെക്കുന്ന സ്വഭാവം ചിലരിലൊക്കെ ഉണ്ടാകാറുണ്ട്. ഇവിടെയുള്ള ആളുകളെ കുറിച്ച് പറയണല്ല, സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട്. അതിനെ കുറിച്ച് പറഞ്ഞതാണ്. അങ്ങനെ ആ ഒരു സ്വഭാവം, കടം വാങ്ങിക്കൂട്ടി കൂട്ടി വെക്കുന്ന ഒരു സ്വഭാവം നമ്മളുണ്ടാകാൻ പാടില്ല. കടങ്ങളെല്ലാം പെട്ടെന്ന് കൊടുത്തു വീഴ്ത്തി ഏതൊരു സമയവും നമ്മുടെ മരണം നമ്മെ പിടികൂടുമെന്ന ബോധ്യം നമുക്കുണ്ടാകണം. മരണം നമ്മുടെ വളരെ അടുത്ത് തന്നെ നമ്മളെ കാത്തിരിക്കുകയാണ്. കുല്ലും റിഇൻ മുസബ്ബിഹുൻ ഫീ അഖിരിഹി വൽ മൗതു അദ്നാ മിൻ ശിറാക്കി നഅരിഹി. ഓരോ മനുഷ്യരും പ്രഭാതത്തിൽ ഉണരുന്നത് അവന്റെ മരണം അവന്റെ ചെരുപ്പിന്റെ വാറ് അവന്റെ കാലിനോടെങ്ങനെ അടുത്തു നിൽക്കുന്നുവോ അതുപോലെ മരണം അവനിലേക്ക് ചേർന്നിരിക്കുന്നു. മരണം അവനെ കാത്തിരിക്കുന്നു. ആ രൂപത്തിൽ നമ്മുടെ മരണം നമ്മളെ കാത്തിരിക്കുകയാണ്. ആ ബോധ്യം നമുക്കുണ്ടാകണം. ഹജ്ജിന് പോകുമ്പോൾ മാത്രം പൈസയൊക്കെ കടം വീടി, ഹജ്ജിന് പോകുമ്പോൾ കടം വീട്ടാന്നും പറഞ്ഞ് കാത്തിരിക്കുന്ന അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. എല്ലാ സമ്പത്തും
മഹത്വം നമ്മൾ നേരത്തെ തന്നെ കൊടുത്തു വീഴ്ത്തി നമ്മൾ തൗബ ചെയ്ത് സംശുദ്ധരായി മരണത്തെ കാത്തിരിക്കേണ്ടവരാണ് നമ്മൾ. ഏത് സമയവും നമ്മ മരണം തേടി വരും എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇനി തൗബ എപ്പോഴാണ് നിർവഹിക്കേണ്ടത്? തൗബ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, റമദാൻ മാസത്തിൽ മാത്രം ചെയ്യാനുള്ളതല്ല ഈ തൗബ എന്ന് പറഞ്ഞാല്. തൗബ എന്ന് പറയുന്നത് നമ്മൾക്ക് എപ്പോഴും ഉണ്ടാകേണ്ടതാണ്. എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദോഷം ചെയ്താൽ അതിന് ഒരു തൗബ വാജിബാണ്. ഒരു ദോഷം നമ്മുടെ പക്കലിൽ നിന്നും വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അതിനൊരു തൗബ വാജിബായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇന്നമത് തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാലത്തിൻ സുമ്മ യതൂബൂന മിൻ ഖരീബ് ഉലൈക യതൂബുല്ലാഹു അലൈഹിം വ കാനല്ലാഹു അലീമൻ ഹകീമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കുന്നത് ഇന്നമത് തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂ, ദോഷങ്ങളെ അജ്ഞരായി, ദോഷങ്ങളെക്കുറിച്ച് അജ്ഞരായി അറിയാതെ മനഃപൂർവമല്ലാതെ ദോഷങ്ങൾ സംഭവിച്ചുപോയി, ബലഹീനമായ നിമിഷങ്ങളിൽ ദോഷങ്ങൾ സംഭവിച്ചു പോവുകയും തുമ്മയതൂബൂന മിൻ ഖരീബ്, വളരെ പെട്ടെന്ന് തന്നെ ഈ തൗബ ചെയ്യുകയും ചെയ്ത ആളുകൾ ഉലൈക യതൂബുല്ലാഹു അലൈഹിം, അല്ലാഹു അവരുടെ തൗബ സ്വീകരിക്കുന്നതാണ്. വകാനല്ലാഹു അലീമൻ ഹകീമാ. وليست التوبة للذين يعملون السيئات حتى إذا حضر أحدهم الموت قال إني تبت الآن ولا الذين يموتون وهم كفار أولئك أعتدنا لهم عذابا أليما. ദോഷങ്ങൾ ചെയ്യുകയും അതിങ്ങനെ പിന്തിപ്പിച്ച് മരിക്കാൻ നേരത്ത് ഇങ്ങനെ അസ്രായിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് അസ്രായിൽ പറയും കുറച്ച് ടൈം ബാക്കി, ഇപ്പൊ ഇനി ഒരു കുറച്ച് ടൈമും കൂടി ബാക്കിയുണ്ട്, എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ ചെയ്തോ. അല്ലാഹ് ആ സമയത്ത് എന്ത് ചെയ്യാനാണ്? വലൂലാ അഖർതനി ഇലാ അജരിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. മനുഷ്യന്റെ അവസാന സമയത്ത് അസ്രായീൽ അലൈഹിസ്സലാം വരുന്ന സമയത്ത് മനുഷ്യൻ പറയും, റബ്ബേ ഒരു സെക്കൻഡ് എന്നെ പിന്തിപ്പിച്ചിരുന്നുവെങ്കിൽ ലഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ, ഞാൻ സ്വതക്ക ചെയ്തോളാം റബ്ബേ, ഞാൻ എന്റെ ദോഷങ്ങളെ കുറിച്ച് തൗബ ചെയ്തുകൊള്ളാം. വഅകും മിനസ് സാലിഹീൻ, ഞാൻ സാലിഹീങ്ങളായ സജ്ജനങ്ങളായ ജനങ്ങളിൽ പെട്ട് ജീവിച്ചുകൊള്ളാം. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ ഒരു സെക്കൻഡ് പോലും ഒരു മനുഷ്യന്റെ അവസാന അന്ത്യനിമിഷം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖദിമൂൻ, ഒരൊറ്റ സെക്കൻഡ് പോലും പിന്തിപ്പിക്കുകയോ മുന്തിക്കുകയോ ചെയ്യുന്ന പ്രശ്നമില്ല.
സുബ്ഹാനല്ലാഹ്, ഒരു ദോഷമെങ്ങാനും ബാക്കിയായി, ചെയ്തു പോയ ഏതെങ്കിലും ഒരു ദോഷം ബാക്കിയായി നാളെ അല്ലാഹുവിന്റെ സന്നിധാനത്തിൽ ചെന്ന് ചെല്ലുന്നതിന്റെ ഗൗരവത്തെക്കുറിച്ച് നാം ഒന്ന് ചിന്തിക്കണം. അല്ലാഹുവിന്റെ മുൻപിൽ പോയി ദോഷിയായി തൗബ ചെയ്യാത്തവനായി അവന്റെ മുന്നിൽ പോയി നിൽക്കുന്നതിന്റെ ആ വലിയ ഭയാനകമായ അവസ്ഥ നാം ഒന്ന് ചിന്തിക്കണം. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രിയപ്പെട്ട മകന് കൊടുത്ത ഉപദേശങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനവർകൾ പറയുന്നു, ഓ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോനെ, നീ തൗബ ചെയ്യുന്നതിനെ പിന്തിപ്പിക്കാൻ പാടില്ല. തൗബയെ ഇങ്ങനെ പിന്തിപ്പിച്ചു വെച്ചിട്ട് ഇങ്ങനെ നാളെ മറ്റന്നാളെ എന്ന് പറഞ്ഞിങ്ങനെ പിന്തിപ്പിച്ചു വെച്ച് കൊണ്ടുപോകാൻ പാടില്ല. തൗബ നീ വളരെ പെട്ടെന്ന് ചെയ്യണം. ഒരു ദോഷം സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഉടനെ തൗബ ചെയ്തിരിക്കണം. എന്താണ് തൗബ ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നം? മരണം സംഭവിക്കുന്നത് എപ്പോഴാണെന്നറിയില്ലല്ലോ. ഏത് സമയവും മരണം വന്നു ചേരാം. അങ്ങനെ മരണം വന്നു ചേർന്നാൽ നമുക്ക് തൗബ ചെയ്യാൻ സമയം കിട്ടിയെന്ന് വരില്ല, തൗബയ്ക്കുള്ള ഗ്യാപ്പ് കിട്ടിയെന്ന് വരില്ല. അപ്പോ നമ്മൾ തൗബ ചെയ്യാത്തവരായി അല്ലാഹുവിലേക്ക് പോകേണ്ടി വരും. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ രോഗബാധിതനായി പോകും. അങ്ങനെ രോഗബാധിതനായി പോയി കഴിഞ്ഞാൽ, നമുക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടു പോയാൽ, നമുക്ക് നമ്മുടെ ഹൃദയം പെട്ടെന്ന് നിലച്ചു പോയാൽ, നമ്മുടെ തലച്ചോറ് പെട്ടെന്ന് പ്രവർത്തനം മുടക്കിയാൽ, ആ തലച്ചോറിന്റെ പ്രവർത്തനം നിശ്ചലമായാൽ, നമ്മൾ ജീവച്ചവങ്ങളായി ബെഡിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് തൗബ ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് മോനെ, രണ്ട് അപകടങ്ങളാണ് കാത്തിരിക്കുന്നത്. ഒന്ന്, യാദൃശ്ചികമായി മരണം സംഭവിച്ചു പോകാം, അല്ലെങ്കിൽ യാദൃശ്ചികമായി രോഗബാധിതനായി പോകാം. രണ്ടും വളരെ ഗൗരവമേറിയ സംഗതിയാണ്. ഏതെങ്കിലും ഒരു ദോഷം ബാക്കിയായി അല്ലാഹുവിന്റെ സവിധത്തിൽ ചെന്ന് നമ്മുടെ നന്മയുടെ നമ്മുടെ കിതാബ് തുലാസിൽ വെച്ച് മീസാനിൽ വെച്ച് തൂക്കുന്ന സമയത്ത് നമ്മുടെ തിന്മയുടെ ഭാഗത്തെങ്ങാനും വല്ല തൂക്കവും ഉണ്ടായാൽ നമ്മൾ പരാജയപ്പെട്ടു പോയത് തന്നെ. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി കാണണം. നമ്മുടെ ഓരോ ദോഷങ്ങളെ കുറിച്ചും നമ്മുടെ മനസ്സിൽ ഖേദം അതത് സമയങ്ങളിൽ നമ്മിലേക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ഖേദം മനസ്സിൽ ഇങ്ങനെ എപ്പോഴും ചെയ്ത ദോഷങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓരോ ദിവസവും അവിടുന്ന് ചെയ്ത ദോഷങ്ങളുടെ കണക്കുകൾ എടുക്കുമായിരുന്നു. അതിനനുസരിച്ച് പ്രായശ്ചിത്തം ചെയ്യുമായിരുന്നു. ദോഷങ്ങളെ കുറിച്ചോർത്ത് ഓരോ ദോഷങ്ങളെ കുറിച്ച് ഓർത്തവിടുന്ന് വിലപിക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ദോഷങ്ങൾ എത്രയാണ്! അതിനെക്കുറിച്ചുള്ള ബോധ്യം നമ്മിൽ വന്നാൽ മാത്രമേ നമുക്ക് ഖേദം എന്ന് പറയുന്നത് ഉണ്ടാവുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി 4 മദ്ഹബുകളിൽ ഒരാൾ, 4 മദ്ഹബുകളുടെ ഇമാം, ആലിമു ഖുറൈശി യംലഉ തിബാഖൽ അർളി ഇൽമാ, ഈ ഭൂമി ലോകം മുഴുവനും ഇൽമിനാൽ നിറക്കുമെന്ന് പറഞ്ഞ, ഈ ഭൂമി ലോകം മുഴുവനും ഇൽമ് നിറക്കുമെന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവചിച്ച ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, ഞാനും നിങ്ങളും നോമ്പെടുക്കുന്നത്, ഞാനും നിങ്ങളും നിസ്കരിക്കുന്നത്, ഞാനും നിങ്ങളും സക്കാത്ത് കൊടുക്കുന്നത്, ഞാനും നിങ്ങളും ഹജ്ജ് നിർവഹിക്കുന്നത്, ഉംറ നിർവഹിക്കുന്നതെല്ലാം മഹാനവർകളുടെ ഇൽമിന്റെ ആ കണികയിൽ നിന്നുമാണ്. ആ മഹാനവർകളുടെ അവസാന നിമിഷത്തിൽ മഹാനവർകൾ വളരെ വിഷമത്തോടു കൂടി പാടിയ ഒരു കവിതയുണ്ട്. ഫലമ്മാ ഖസാ ഖൽബി വളഖത് മദാഹിബി
ജഅൽതു റജാഇ ലഹവ അഫ്വീക സുല്ലമാ തഅളമനി ദംബി ഫലമ്മാ കറന്തു بعفوك ربي كان عفوك أعظما. ഞാൻ എന്റെ മലയ്ക്ക് സമാനമായ പർവ്വത സമാനമായ എന്റെ ദോഷങ്ങൾ, എന്റെ ഈ വലിയ ദോഷത്തിന്റെ കൂമ്പാരം, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോ എനിക്കിനി മറ്റൊരു മാർഗമില്ല. അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് മടങ്ങാനിരിക്കുന്ന എന്റെ ഈ അന്ത്യനിമിഷത്തിൽ എനിക്ക് മറ്റൊരു മാർഗമില്ല. ഫലമ്മാ ഖസാ ഖൽബി വളഖത് മദാഹിബി, എനിക്ക് സഞ്ചരിക്കാനുള്ള മാർഗം വളരെ ഇടുങ്ങിയതാണ്, എന്റെ പാന്താവ് വളരെ ഇടുങ്ങിപ്പോയതാണ്. ആ പാന്താവിനെ ചൊല്ലി ഞാൻ വിഷമിച്ചപ്പോൾ ജഅൽതു റജാഇ ലഹവ അഫ്വീക സുല്ലമാ, ജഅൽതു റജാഇ ലഹവ അഫ്വീക സുല്ലമാ, എന്റെ പ്രതീക്ഷയിൽ നിന്റെ അഫുവിന്റെ കോണിയിലേക്കാണ്, നിന്റെ വിട്ടുവീഴ്ചയുടെ, നിന്റെ റഹ്മത്തല്ലാതെ എനിക്ക് പ്രതീക്ഷയില്ല. അഫ്വീക സുല്ലമാ, അതുകൊണ്ട് നിന്റെ റഹ്മത്തും എന്റെ ദോഷങ്ങളും പരസ്പരം ഞാനൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ എന്റെ ദോഷങ്ങളെയും നിന്റെ റഹ്മത്തിനോട് അതിനെ ഞാൻ പരസ്പരം കമ്പയർ ചെയ്ത് നോക്കിയപ്പോ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, നിന്റെ റഹ്മത്ത് എന്റെ ദോഷത്തെക്കാൾ വളരെ വലുതാണ്. അതുകൊണ്ട് ആ റഹ്മത്തിൽ മാത്രമേ എനിക്ക് പ്രതീക്ഷയുള്ളൂ, ആ റഹ്മത്ത് മാത്രമേ എനിക്കിനി ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞ് ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വലിയ പർവ്വത സമാനമായ നമ്മുടെ ദോഷത്തിന്റെ എണ്ണപ്പെരുപ്പം കണ്ട് നമ്മുടെ കണ്ണുകൾ മഞ്ഞളിച്ചു പോകേണ്ടതാണ്, നമ്മൾ വേദനിക്കേണ്ടതാണ്. നമുക്ക് അല്ലാഹുവിന്റെ റഹ്മത്തല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കാൻ വകയില്ല. അള്ളാഹുവിന്റെ റഹ്മത്ത്, ആ റഹ്മത്ത് വളരെ വിശാലമാണ്. നമ്മളുടെ ദോഷമൊന്നും ഇനി അള്ളാഹ് പൊറുക്കൂല, അതിന് മാത്രമുണ്ട് എന്ന ഒരു വിഷമം എന്ന സംസാരം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല. അൽ ഈമാനു ബൈനൽ ഖൗഫി വർ-റജാഇ എന്നാണ് പണ്ഡിതന്മാര് പഠിപ്പിച്ചത്. മുഅ്മിനിന്റെ ഈമാൻ ഉണ്ടാകേണ്ടത് ഖൗഫിന്റെയും റജാഇന്റെയും ഇടയിലാണ്. ഒരു ഭാഗത്ത് ഇങ്ങനെ പേടി കൂടുമ്പോ ദോഷങ്ങളെ കുറിച്ചുള്ള ആലോചനകളിൽ, അഅമാലുകളുടെ കുറവിനെ കുറിച്ചുള്ള ആലോചനയിൽ വേവലാതി കൂടുമ്പോൾ തന്നെ അല്ലാഹുവിന്റെ വിശാലമായ റഹ്മത്തിനെ കുറിച്ച് നമുക്ക് ബോധ്യം വേണം. ഇവിടെ നമ്മുടെ ഉമ്മമാര് ചെറിയ മക്കളോട് കരുണ കാണിക്കുന്നുണ്ട്, ചെറിയ മക്കളെ വാത്സല്യത്തോടുകൂടി നോക്കുന്നുണ്ട്. അവർക്കെന്തെങ്കിലും സംഭവിച്ചാൽ തങ്ങൾക്ക് സംഭവിച്ചതിനേക്കാൾ വേദനയാണ്. ആ ഉമ്മമാർക്ക് കരുണ കൊടുത്തത് അല്ലാഹുവാണ്, അവരുടെ മനസ്സിൽ റഹ്മത്ത് കൊടുത്തത് അല്ലാഹുവാണ്. റഹ്മത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടർ, റഹ്മത്തിന്റെ വിതരണം ചെയ്യുന്ന ദാതാവാണ് അല്ലാഹു. ആ റഹ്മത്തിലേക്ക് നമ്മൾ പ്രതീക്ഷ വെക്കണം. വലാ തൈഅസൂ മിൻ റൗഹില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ഒരിക്കലും ആശ മുറിഞ്ഞു പോകാൻ പാടില്ല. നമ്മളെല്ലാവരും കേട്ടൊരു സംഭവം ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
ബഹുമാനപ്പെട്ട ബനു ഇസ്രായേൽ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു സംഭവം ശൈഖുനാ ബാവ ഉസ്താദ് അവിടുത്തെ അൽ ഫഖ്സത്തും വഖിസ്സ എന്ന ഗ്രന്ഥത്തിൽ ആ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ 99 ആളുകളെ കൊന്ന് ഒരു പുരോഹിതന്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, എനിക്ക് തൗബയുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾക്കെന്ത് തൗബ? റാഹിബ് പുരോഹിതൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിലെല്ലാം ത്യജിച്ചവനാണ്, എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിച്ചവരാണ്, അവരുടെ ലോകം വേറെയാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് തൗബ ഉണ്ടാകൂല. അദ്ദേഹം എന്നാ പിന്നെ 99 ആയിട്ടുള്ളൂ, 100 തികക്ക എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഈ പുരോഹിതനെയും കൂടിയാണ് കൊന്നു. എന്നിട്ട് നേരെ ചെല്ലുന്നത് ഒരു ആലിമിന്റെ അടുത്തേക്കാണ്. ആലിമിനോട് ചോദിച്ചു, എനിക്ക് തൗബയുണ്ടോ? ആലിമ് പറഞ്ഞു, തൗബയുണ്ട്. നിങ്ങൾ ഈ നാട്ടിൽ നിന്നും ഇപ്പൊ തന്നെ സ്ഥലം വിടണം. ഈ നാട്ടിൽ നിൽക്കാൻ പാടില്ല. ഇത് നിങ്ങൾ കലാപം സൃഷ്ടിച്ച, ആളുകളെ കൊലപ്പെടുത്തിയ, മുസീബത്തുകൾ നടത്തിയ, ദോഷങ്ങൾ ചെയ്ത നാടാണ്. ഈ നാട്ടിൽ നിങ്ങൾ നിൽക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിട്ടോളണം. ആ മനുഷ്യൻ ഉടനെ ഇവിടുന്ന് സ്ഥലം വിട്ടു. മറ്റൊരു നാട്ടിലേക്ക്, ആളുകൾ അല്ലാഹുവിനെ ആരാധിക്കുന്ന, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആബിദീങ്ങളുടെ നാട്ടിലേക്ക് അദ്ദേഹം സഞ്ചരിക്കാൻ തുടങ്ങി. യാത്രബുദ്ധിയെ അദ്ദേഹം മരണപ്പെട്ടു. മരണപ്പെട്ട സമയത്ത് റഹ്മത്തിന്റെ മലക്കുകളും അദാബിന്റെ മലക്കുകളും ഒരുമിച്ചുകൂടി രണ്ടുപേരും പരസ്പരം തർക്കിക്കാൻ തുടങ്ങി. എന്താണ് തർക്കം? റഹ്മത്തിന്റെ മലക്കുകൾ പറയുന്നു, ഇദ്ദേഹം ചെയ്ത ദോഷങ്ങളിൽ നിന്നും തൗബ പ്രതീക്ഷിച്ചുകൊണ്ട് മടങ്ങി വന്ന മനുഷ്യനാണ്, അതുകൊണ്ട് ഈ മയ്യത്തിനെ എടുക്കാൻ അവകാശം ഞങ്ങൾക്കാണ്. അദാബിന്റെ മലക്കുകൾ പറഞ്ഞു, ഈ മനുഷ്യൻ അങ്ങനെ വിട്ടാൻ പറ്റൂല. 99 ആളെ കൊന്ന് 100 കൂടി തികച്ച ആളാണ്. ഇദ്ദേഹത്തെ വിട്ടാൻ പറ്റൂല. ഇത് ഞങ്ങൾ കൊണ്ടുപോകേണ്ട മയ്യത്താണ്. തർക്കിച്ചിരിക്കുമ്പോൾ തീരുമാനം വന്നു. ആ മനുഷ്യൻ സഞ്ചരിച്ച വഴി അളക്കാൻ, ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ഏത് നാടിനോടാണോ അതനുസരിച്ച് തീരുമാനിക്കാൻ അളന്നു നോക്കി. ആ മനുഷ്യൻ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ആബിദീങ്ങളായ സ്വാലിഹീങ്ങളായ തൗബ ചെയ്യാൻ വേണ്ടി ചെന്ന ആ നാട്ടിലേക്കാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. ആ നാട്ടിലേക്ക് അടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ റഹ്മത്തിന്റെ മലക്കുകൾ ആ മനുഷ്യനെ കൊണ്ടുപോയി. റഹ്മത്തിന്റെ മലക്കുകൾ ആ മനുഷ്യനെ കൊണ്ടുപോയി. അതാണ് അള്ളാഹു 100 വ്യക്തികളെ കൊന്ന ഒരാൾക്ക് വരെ തൗബ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരിക്കലും അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് ആശ പറയാൻ പാടില്ല. എത്ര കാലമായി ഞാൻ ദുആ ചെയ്യാൻ തുടങ്ങിയിട്ട്? എന്റെ വീട് പണി ഇതുവരെ പൂർത്തിയായിട്ടില്ലല്ലോ. എത്ര കാലമായി ഞാൻ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിയിരിക്കാൻ തുടങ്ങിയിട്ട് എന്റെ ആവശ്യങ്ങളൊന്നും നിറവേറുന്നില്ലല്ലോ എന്ന് പറയാൻ പാടില്ല. വൻകുറ്റത്തിൽപ്പെട്ട കാര്യമാണത്. അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിഞ്ഞു പോവുക. വലാ തഖ്നതു മിൻ റൗഹില്ലാഹ്. അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിങ്ങൾക്കൊരിക്കലും ആശ മുറിയാൻ പാടില്ല. ഈ സംവിധാനങ്ങളൊക്കെ തന്നിട്ട് നിങ്ങളോട് അള്ളാഹു അനീതി കാണിക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഒരിക്കലുമില്ല. അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിയുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു അനീതി കാണിക്കുന്നു എന്നാണ്. വളരെ ഗുരുതരമായ പ്രശ്നമാണ്. നമുക്കൊരിക്കലും ആ രൂപത്തിലുള്ള ചിന്തയുണ്ടാകാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഹികം എന്ന ചരിത്ര പ്രസിദ്ധമായ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിന്റെ മലയാള പുസ്തകം ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവർകൾ രചിച്ചിട്ടുണ്ട്. ആത്മജ്ഞാനികളുടെ പറുദീസ എന്ന പേരിലുള്ള മഹത്തായ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ
മഹാനവർകൾ ഒരു ഹിക്മത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. വലം തകുൻ തഅഖുറു അമദിൽ അതാഇ മൂജിബൻ ലിയസിക വഹുവ ളമിന ലക്കൽ ഇജാബ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നീ ധാരാളമായി ദുആ ചെയ്തു, നിന്റെ വേവലാദികൾ മുഴുവനും നീ സമർപ്പിച്ചു. എല്ലാ പ്രശ്നങ്ങളും പലതവണ അല്ലാഹുവിനോട് ദുആ ചെയ്തു, പല സമയങ്ങളിലായി ദുആ ചെയ്തു. പക്ഷേ നിനക്കുത്തരം ലഭിച്ചിട്ടില്ല എന്നതിന്റെ പേരിൽ ഒരിക്കലും നീ ആശ മുറിഞ്ഞു പോകാൻ പാടില്ല. അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിനക്ക് ആശ മുറിഞ്ഞു പോകാൻ പാടില്ല. വഹുവ ളമിന ലക്കൽ ഇജാബ ഫീ വഖ്തില്ലദീ യുരീദു ലാ ഫിൽ വഖ്തില്ലദീ തുരീദു. അവൻ നിനക്കുത്തരം ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്, നിന്റെ ആവശ്യങ്ങൾക്ക് ഉത്തരം ചെയ്യാമെന്ന് അല്ലാഹു ഏറ്റിട്ടുണ്ട്. ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചാൽ നിനക്ക് ഞങ്ങൾ ഉത്തരം ചെയ്യാം എന്ന് അല്ലാഹു ഏറ്റിട്ടുണ്ട്. പക്ഷേ വഹുവ ളമിന ലക്കൽ ഇജാബ ഫീ വഖ്തില്ലദീ യുരീദു, അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ ഉദ്ദേശിക്കുന്ന കാര്യം തരാമെന്നാണ് ഏറ്റത്. നീ ഉദ്ദേശിക്കുന്ന സമയത്ത് നീ ഉദ്ദേശിക്കുന്നത് തരാമെന്ന് അല്ലാഹു ഏറ്റിട്ടില്ല. ലാ ഫിൽ വഖ്തില്ലദീ തുരീദു, നീ ഉദ്ദേശിക്കുന്ന സമയത്ത് നീ ഉദ്ദേശിക്കുന്ന കാര്യം തരാമെന്ന് അല്ലാഹു ഏറ്റിട്ടില്ല. നീ ചോദിച്ചാൽ ഉത്തരം ചെയ്യും. അവൻ ഉദ്ദേശിക്കുന്നത് എന്താണോ, അവൻ ഉദ്ദേശിക്കുന്നത് നിനക്ക് ഖൈറായത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. നമ്മൾ എല്ലാ ദുആഇന്റെയും അവസാനത്തിൽ ചെയ്യുന്ന ദുആ ആണ്. എന്താണ് ഈ ദുആഇന്റെ താല്പര്യം? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന. റബ്ബേ, ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഹസനത്ത്, നന്മ നൽകണമേ. ഞങ്ങൾക്കറിയില്ല എന്താ നന്മ എന്താണ്, ഞങ്ങൾക്ക് ഖൈർ എന്താണ്, ഞങ്ങൾക്ക് ഹസനത്ത് എന്താണ്, അതൊന്നും ഞങ്ങൾക്കറിയൂല. അതൊക്കെ അറിയുന്നത് നിനക്കാണല്ലോ. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് എന്താണോ ഹസനത്ത്, എന്താണോ നന്മ, ആ നന്മ ഞങ്ങൾക്ക് നീ ചെയ്തു തരണം എന്നാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് ഉദ്ദേശിക്കുന്നതൊക്കെ കിട്ടണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റഹ്മത്ത് വളരെ വിശാലമാണ്. വല്ലേ നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് മൂന്നാലൊന്നുണ്ടെന്ന് മുസ്നദിൽ ചൊന്നോവർ ഒന്നുകിൽ ചോദിച്ചേത് അല്ലെങ്കിൽ ബോധിച്ചേത്, രണ്ടും അതല്ലെങ്കിൽ ആഖിറം മുദ്ദഖർ. എന്തെങ്കിലും ഒരു പ്രയാസത്തിന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്ത വ്യക്തി, ആ വ്യക്തിക്ക് മൂന്നാലൊരു കാര്യം ഉറപ്പാ. ഒന്നുകിൽ ചോദിച്ചത് തന്നെ കിട്ടും, എന്താണോ ചോദ്യം അത് കിട്ടും. അല്ലെങ്കിൽ എന്താണോ ബോധിച്ചത്, അള്ളാഹുവിന് ഇവന് കൊടുക്കണം എന്ന് ബോധിച്ച കാര്യം എന്താണോ അത് കൊടുക്കും. എന്താണ് ആ മനുഷ്യന് ഏറ്റവും ഉത്തമമായ കാര്യം, ആ കാര്യം അള്ളാഹു കൊടുക്കും. ഇത് രണ്ടും അല്ല, ഈ രണ്ടും അല്ലെങ്കിൽ ആഖിറത്തിൽ ഇവൻ ദുആ ചെയ്തു എന്ന കാരണത്താൽ അള്ളാഹു അവന് പ്രതിഫലം നൽകും. അതുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നമുക്കൊരിക്കലും നിരാശയുണ്ടാകാൻ പാടില്ല. റഹ്മത്തിനെ കുറിച്ച് നിരാശരായി പോകുന്നവരാകാൻ പാടില്ല. തൗബ ചെയ്തുകൊണ്ടേയിരിക്കണം, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം, പ്രാർത്ഥനകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. പരിശുദ്ധമായ റമദാൻ പ്രാർത്ഥനക്കുള്ള മാസമാണ്, ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്, മഗ്ഫിറത്തിന്റെ 10 നമുക്ക് ദുആ ചെയ്യാനുള്ള സമയമാണ്. ധാരാളമായി ദുആ ചെയ്യണം. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ അത് ഖളാ വീട്ടാൻ സമയം കണ്ടെത്തണം. നിസ്കാരം ഖളാ ആകാൻ പാടില്ല.
വളരെ ഗുരുതരമായ പ്രശ്നമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിൽ അല്ലാഹുവിന്റെ അടുത്ത് പോയി അല്ലാഹുവിൽ നിന്നും ലഭിച്ച സമ്മാനമാണ് നിസ്കാരം. ആ നിസ്കാരം നഷ്ടപ്പെടുത്തുക എന്നത് വളരെ ഗുരുതരമായ സംഗതിയാണ്. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടന്നുകൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാണ്. വേവലാതിയോടുകൂടി നബി തങ്ങൾ കരയുന്നു. അവിടുത്തെ കരച്ചിൽ കണ്ട സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, എന്തുപറ്റി നബിയേ? ഇങ്ങനെ ചോദിക്കാൻ, ഇങ്ങനെ കരയാൻ മാത്രം എന്തു സംഭവിച്ചു നബിയേ? അങ്ങ് ഇങ്ങനെ കരയാറില്ലല്ലോ നബിയേ, എന്താണ് ഇങ്ങനെ കരയാൻ മാത്രം എന്ത് സംഭവിച്ചു നബിയേ എന്ന് സ്വഹാബത്ത് ചോദിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഓ പ്രിയപ്പെട്ട സ്വഹാബ, പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് ആയത്ത്? ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉസ് സ്വലാത്ത് വത്തബഉ ശഹവാതി ഫസൗഫ യൽഖൗന ഗയ്യാ. ഈ ഭൂമിയിൽ നല്ല നല്ല ആളുകൾ, നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത അമ്പിയാക്കളും സ്വാലിഹീങ്ങളും ഔലിയാക്കൾക്കും ശേഷം ഇവിടെ ഒരു ജനത വരും. ആ ജനത എല്ലാ കാര്യങ്ങളിലും സജീവമാണ്, സ്വാന്തന പ്രവർത്തനങ്ങളിൽ സജീവമാണ്, ജനിച്ചയിടത്തും മരിച്ചയിടത്തും സജീവമാണ്, എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമാണ്. പക്ഷേ അവര് നിസ്കാരം ഖളാആക്കി കളയുന്നവരാണ്. വത്തബഉ ശഹവാതി ഫസൗഫ യൽഖൗന ഗയ്യാ. അവരവരുടെ നിസ്കാരങ്ങൾ ഖളാആക്കി കളയുന്നു. ചില ദിവസങ്ങളിൽ ഇശാ നിസ്കാരമില്ല, ഉറക്കം വന്നാൽ സുബ്ഹി നിസ്കാരമില്ല, കുളിക്കാൻ വൈകിയാൽ ദുഹർ നിസ്കാരമില്ല, വെള്ളമില്ലെങ്കിൽ മോട്ടോർ കറന്റ് ഇല്ലെങ്കിൽ അന്ന് നിസ്കാരമില്ല, കല്യാണ തിരക്കിനിടയിൽ നിസ്കാരം മറന്നു പോകുന്നു. ഫസൗഫ യൽഖൗന ഗയ്യാ. അവരെ ഭയാനകമായ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് ആ പരിശുദ്ധ ഖുർആനോദി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേദനയോടെ കരയുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നിസ്കാരം നഷ്ടപ്പെടുത്തരുത്. നഷ്ടപ്പെട്ട നിസ്കാരങ്ങളെ ഖളാ വീട്ടൽ വാജിബാണ്. അത് തൗബയുടെ ഭാഗമാണ്. തൗബ ചെയ്യുമ്പോൾ അല്ലാഹുവുമായിട്ടുള്ള ഹഖാണ്. ഈ നിസ്കാരം മുഴുവനും ഖളാ വീട്ടണം. കാരണത്തോടുകൂടെ നഷ്ടപ്പെട്ടതാണെങ്കിൽ അത് പെട്ടെന്ന് ഖളാ വീട്ടൽ നിർബന്ധമില്ലെങ്കിലും സുന്നത്താണ്. എന്നാൽ കാരണമില്ലാതെ നഷ്ടപ്പെട്ട നിസ്കാരങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഖളാ വീട്ടണം. നമ്മുടെ സമയങ്ങൾ മുഴുവനും നിസ്കാരം ഖളാ വീട്ടുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. എല്ലാ നിസ്കാരങ്ങളും ഖളാ വീട്ടി നാം മരണത്തിന് വേണ്ടി തയ്യാറായി നിൽക്കണം. എല്ലാ തൗബകളും ചെയ്ത് നാം നമ്മുടെ ബാധ്യതകൾ നിറവേറ്റി അല്ലാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറായി നിൽക്കണം. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണം. പ്രിയമുള്ളവരെ, നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാൻ മറ്റൊരു മാർഗം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നമ്മുടെ വേവലാതികൾ അറിയിക്കലാണ്. അവിടുത്തെ സമീപത്ത് ചെന്ന് നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ പരിഹാരമുണ്ടാകുമെന്നതിൽ സംശയമില്ല. വലൗ അന്നഹും യളമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധാനത്തിൽ ചെന്ന് നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ
നമ്മുടെ ദോഷങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മൾ അവിടുന്ന് ദുആ ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് ശുപാർശ ചെയ്യും, നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. അങ്ങനെ ശഫാഅത്ത് ചെയ്താൽ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ ശഫാഅത്ത് അല്ലാഹു അവഗണിക്കുകയില്ല. ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഒരുപാട് മഹാന്മാർ ഒരു സംഭവം ഉദ്ധരിച്ചത് കാണാം. ബഹുമാനപ്പെട്ട അത്ബീ റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയിൽ ഇരിക്കുന്നു. ആ സമയത്തൊരു മനുഷ്യൻ അവിടത്തേക്ക് കടന്നു വരുന്നു. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് തലയിൽ മണ്ണ് വാരിയിട്ട് വളരെ വ്യസനത്തോടു കൂടി കടന്നു വരുന്നു. എന്നിട്ട് ആ മനുഷ്യൻ പാടുന്നു, യാ ഖൈറ മൻ ദുഫിനത് ബിൽഖാഇ അഅ്ളുമുഹു فطاب من طيبهن القاء والأكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. നബിയെ, അങ്ങ് ഈ ഭൂമിയിൽ കടക്കുന്നത് കൊണ്ട്, അങ്ങയുടെ ശരീരത്തെ പുണർന്ന് ഈ ഭൂമി കടക്കുന്നത് കൊണ്ട് ഈ ജനങ്ങൾക്ക് എന്തൊരു സൗരഭ്യമാണ് നബിയെ. ഈ ജനങ്ങൾക്ക് ധാരാളം സംഭാവനകൾ ലഭിക്കുന്നു നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തി ഇങ്ങനെ കരഞ്ഞു ദുആ ചെയ്യുന്നു. അല്ലാഹുവിനോട് ശഫാഅത്ത് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നു, വലോ അന്നഹും ളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. നിന്റെ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞതാണ്, നിന്റെ ഹബീബിന്റെ ചാരത്ത് വന്ന് ഞങ്ങളുടെ ദോഷങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞാൽ ആ ദോഷങ്ങൾക്ക് അല്ലാഹുവിനോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഫാഅത്ത് നടത്തിയാൽ ആ ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന് നിന്റെ ഖുർആനിൽ നീ പറഞ്ഞതാണ്. അതുകൊണ്ട് മുസ്തശ്ഫിഅൻ ബിഹി, ഈ റസൂലിനെ കൊണ്ട് ശഫാഅത്ത് നടത്തിക്കൊണ്ട് നിന്നോട് ചോദിക്കുന്നു, എന്റെ ദോഷങ്ങൾ പുറത്തു തരണമെന്ന് ഞാൻ ചോദിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ അവിടെ നിന്നും നടന്നു നീങ്ങുകയാണ്. ബഹുമാനപ്പെട്ട അത്ബി റളിയല്ലാഹു അൻഹു ആ ഇരുത്തത്തിലങ്ങ് ഉറങ്ങിപ്പോയി. ഉറങ്ങി ഉണർന്ന അത്ബി റളിയല്ലാഹു അൻഹു ഉറക്കത്തിൽ ഒരു സ്വപ്നം കാണുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വന്ന് മഹാനവർകളോട് പറയുന്നു, ആ മനുഷ്യന് പുറത്തു കൊടുക്കണം, ആ മനുഷ്യന് പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറയണം എന്ന് ബഹുമാനപ്പെട്ട അത്ബി റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സംഭവം ഒരുപാട് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയതാണ്, ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞതാണ്. ആ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ദോഷങ്ങൾ നബി തങ്ങളോട് പറഞ്ഞാൽ അവിടുത്തെ ശഫാഅത്ത് ആഗ്രഹിച്ചുകൊണ്ട് അവിടുത്തെ തവസ്സുൽ ചെയ്ത് ദുആ ചെയ്താൽ നമുക്കുത്തരം ലഭിക്കുമെന്നതിൽ സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. അതുകൊണ്ട് തൗബ എന്ന വിഷയത്തെയാണ് നമ്മൾ പറഞ്ഞത്. തൗബ എന്താണ്? തൗബ എപ്പോഴാണ് തൗബ ചെയ്യേണ്ടത്? തൗബയുടെ നിബന്ധനകൾ എന്തൊക്കെയാണ്? ഇങ്ങനെയുള്ള പല വിഷയങ്ങളെ കുറിച്ച് നമ്മളിവിടെ സംസാരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും
കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാ ദോഷങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ മാസത്തിലാണ്. അല്ലാഹു റമളാൻ മാസം അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തിരുമാറാകട്ടെ. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഖാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാതാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുർറാഹിമായ റഹ്മാനെ, ഞങ്ങൾ ഓതിയ പരിശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞ ഇൽമുകൾ മുഴുവനും നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അതിന്റെ പോരായ്മകൾ നീ പരിഹരിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും എല്ലാം നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. അവിടുത്തെ മദദും നുസ്റും ഹിഫ്ളും ഹിമായത്തും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അവിടുത്തെ മരിക്കുന്നതിന് മുമ്പ് പലതവണ ദർശിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. മരിക്കുന്നതിന് മുമ്പ് പലതവണ ആ സന്നിധാനത്തിൽ ചെന്ന് സിയാറത്ത് ചെയ്യാനും സലാം പറയാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അതുപോലെ മറ്റെല്ലാ അമ്പിയാക്കള്, ഔലിയാക്കള്, മഹാന്മാര്, ശുഹദാക്കള്, സ്വാലിഹീങ്ങള്, അയിമ്മത്തുൽ മുജ്തഹിദീങ്ങള്, അഖ്താബുൽ അർബഅത്ത്, മുസന്നിഫീങ്ങള്, സ്വാലിഹീങ്ങളുടെ എല്ലാവരുടെയും ഹദ്റത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അവരുടെയൊക്കെ മദദും നുസ്റും ഹിഫ്ളും ഹിമായത്തും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബക്കാരിൽ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ബന്ധുമിത്രാദികളിൽ നൽകണേ റഹ്മാനെ. അവരുടെയൊക്കെ ശറഫ് നീ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ഫദ്ല് നീ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പൊറുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ രോഗങ്ങൾ മുഴുവനും സുഖപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ റഹ്മാനെ. അർഹമുർറാഹിമായ റഹ്മാനെ, ഞങ്ങളുടെ ദോഷങ്ങൾ, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത ദോഷങ്ങൾ നീ പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾക്ക് അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ അമാലുകളിൽ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ മാലിലും സന്താനങ്ങളിലും ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ ഹറക്കാത്ത് സകലാത്തുകളിൽ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. അർഹമുർറാഹിമായ റഹ്മാനെ, ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ.
വിശിഷ്യ ഞങ്ങളുടെ 2 ഉസ്താദുമാര് ഈ സ്ഥാപനത്തിൽ നിന്നും വഫാത്തായി പോയി. അവരുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഈ നാട്ടുകാരിൽ നിന്ന് ഞങ്ങളെ സ്നേഹിച്ച, സഹായിച്ച, ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയ, വസ്ത്രം നൽകിയ, ഞങ്ങളെ സന്തോഷിപ്പിച്ച ഒരുപാട് ആളുകൾ ഇന്ന് ഖബറിലാണ് റഹ്മാനെ. അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവരുടെ ഖബർ നീ സന്തോഷപൂരിതമാക്കി കൊടുക്കണേ റഹ്മാനെ. ഇവിടെ ഒരുമിച്ച് കൂടിയ ഉമ്മമാരിൽ പലരും രോഗികളാണ് റഹ്മാനെ. അവരുടെ എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണേ റഹ്മാനെ. ആഫിയത്ത് നൽകണേ റഹ്മാനെ. സലാമത്ത് നൽകണേ റഹ്മാനെ. മരിക്കുന്നത് വരെ നിലത്ത് നെറ്റിവെച്ച് സുജൂദ് ചെയ്ത് നിനക്ക് നിസ്കരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അർഹമുർ റഹീമായ റഹ്മാനെ, ഞങ്ങളെ ഖൈറിന്റെയും സ്വലാഹിന്റെയും അഖിരികാരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെ തൗവാബീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. തൗബ ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നിന്റെ റിളയുള്ളവരിൽ, നിന്റെ തൃപ്തിയുള്ളവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നിന്റെ കോപത്തിന്റെ അഖിരികാരിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങളെ പെടുത്തരുതേ റഹ്മാനെ. അർഹമുർ-റഹീമായ റഹ്മാനെ, ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ, ഞങ്ങളുടെ വേവലാതികൾ എല്ലാം ഈ പരിശുദ്ധമായ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ പരിഹരിച്ചു തരണേ റഹ്മാനെ. ഈ മാസം അനുകൂലമായി സാക്ഷി പറയുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണേ റഹ്മാനെ. അർഹമുർ-റഹീമായ റഹ്മാനെ, മരണം ഖൈറാകുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ഈമാനോടുകൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖം കണ്ട്, സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട്, വെള്ളിയാഴ്ച പകലിലോ രാവിലോ മരണപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണേ റഹ്മാനെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك.